ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ മംഗലം ഡാം കാണാനാണ്. അതിമനോഹരമായ പ്രകൃതി ഭംഗിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി കണ്ടാലോ? വരൂ. ഇതാണ് മംഗൾ ഡാമിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഉള്ളിലേക്ക് പോയാലാണ് ഷട്ടറിന്റെ എൻട്രൻസിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഡാമിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഇതിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അത് ആളെണ്ണം അനുസരിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ ഡാമിൻ്റെ ഷട്ടർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മംഗലം ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വനത്തിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇരുട്ട് നിറഞ്ഞ പ്രദേശമാണിത്, അതിനാൽ തന്നെ കുറച്ച് ഭയാനകരമാണ്. ഇതാണ് നമ്മുടെ മംഗലം ഡാം, മലനിരകളാൽ ബന്ധിക്കപ്പെട്ട അതിമനോഹരമായൊരിടം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മംഗലം ഡാമിന്റെ ഷട്ടറാണ്. മഴ കുറവായതിനാൽ തന്നെ വെള്ളം ഇത്തിരി കുറവാണ്. എന്നാലും ഈ പ്രകൃതി ഭംഗിക്ക് ഒരു മാറ്റവുമില്ല. ഇതാണ് ഡാമിന്റെ പാലം. 1956 ഇത് പൂർത്തീകരിച്ചത്. ഇവിടെ വരുന്നവർക്ക് ഡാം മാത്രമല്ല കാണാൻ സാധിക്കുക, അതിമനോഹരമായ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്ക് കൂടി ഇവിടെ കാണാൻ സാധിക്കും. വലിയവർക്കും ഒരുപോലെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി പ്രത്യേകം നിർമ്മിച്ച കളിസാധനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. മംഗലം ഡാമിന്റെ ഈ പാർക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രത്തോളം ദൈർഘ്യത്തിലാണ് ഇത് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഇനി നമുക്ക് മംഗലം ഡാമിന്റെ തന്നെ എർത്ത് ഡാം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മൾ വന്ന എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എർത്ത് ഡാം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. എർത്ത് ഡാമിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങളായതിനാൽ തന്നെ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. മംഗലം ഡാമിന്റെ പ്രകൃതിയും പ്രകൃതി ഭംഗികളും ആസ്വദിച്ച സ്ഥിതിക്ക് മംഗലം ഡാമിന്റെ ജലസ്രോതസ്സിന്റെ ഒരു കൈവരി നമുക്ക് കണ്ടാലോ? ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലമാണ് മംഗലം ഡാമിന്റെ കൈവരി എന്ന് പറയുന്നത്. മംഗലം ഡാമിന്റെ ജലസ്രോതസ് എവിടെ നിന്നാണെന്നറിയോ? ഈ കാണുന്ന കടപ്പാറ വനമേഖലയാണ്. ഇതാണ് കടപ്പാറ വനമേഖല. ഇവിടെ നിന്നാണ് നമുക്ക് ഡാമിന് ആവശ്യമായ വെള്ളം കിട്ടുന്നത്. ഇത് കാണുമ്പോൾ വളരെ ശാന്തമായ ഒരു സ്ഥലമാണെന്ന് ചിന്തിക്കേണ്ട, വളരെയേറെ ഭയാനകരമായ ഒരു ഇടമാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും വെള്ളത്താൽ മുങ്ങിപ്പോകും, അത്രത്തോളം വെള്ളം വരുന്നൊരു ഇടമാണ് മംഗലം ഡാമും മംഗലം ഡാമിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല കണ്ടന്റിനും വീഡിയോസിനും വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. See you.